ഭയങ്കര നിസ്കാരവും നോമ്പുക, ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ ഉംറക്കും പോകുന്നുണ്ടാവും. നാട്ടുകാരെ പറ്റിച്ചിട്ട് ചെയ്യുന്ന ഇബാദത്തിനൊന്നും ഒരു വിലയും നിലയില്ല. ആൾക്കാരെ മനസ്സ് വേദനിപ്പിക്കാത്ത ഒരു ഉറുപ്പ്യുണ്ടെങ്കിൽ ആളെ മനസ്സ് സങ്കടപ്പെടുത്തി നേടിയ ഒരു കോടിയേക്കാളും വിലണ്ട് എന്നാ റസൂലുള്ള പഠിപ്പിച്ച്. ഒരു ദിർഹം 1,00,000 ദിർഹത്തെ മറികടക്കും. സഹാബാക്കൾ ചോദിച്ചു, നബിയെ എങ്ങനെ? ഒരു സാധുവിന് 2 ദിർഹമേ ഉള്ളൂ, ആ 2ഉം ഹലാല, അതിലൊന്നോൻ അള്ളാന്റെ മാർഗത്ത് കൊടുത്തു. എന്നാൽ കോടീശ്വരൻ നാട്ടുകാരെ പറ്റിച്ചിട്ട് ഒരുപാട് മുതലുണ്ടാക്കിയവനുണ്ട്, ഓനൊരു 1 കോടി ഉറുപ്പ്യ കൊടുത്തു. ഓന്റെ കോടിയേക്കാൾ ഒരു ദിർഹത്തിനാണ് പടച്ചോന്റെ വില. വറളബിമാ ഖസമല്ലാഹു ലക, പടച്ചോൻ തന്നതിൽ ഒരു തൃപ്തി ഉണ്ടായാൽ മതി. ദുനിയാവ് റാഹത്താ, സന്തോഷിച്ച് ജീവിക്കാൻ പറ്റും, ആരോടും മനസ്സുറന്ന് ഇടപെടാൻ പറ്റും. എന്നാൽ ദുനിയാവ് വലുതായിട്ട് തോന്നിയാലുണ്ടല്ലോ ഒന്നും മതിയാകാതെ വരും, നിറയാതെ വരും, മരിക്കുന്നവരെ മുതലുണ്ടാക്കാനോടും. മൂന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളൊരു നല്ല മുഅ്മിനാണെന്ന് അള്ളാഹുവിന് ബോധ്യപ്പെടണമെങ്കിൽ നിങ്ങൾക്ക് ആ മുഅ്മിനിന്റെ ഒരു കോലവും ചേലും ഒക്കെ ഉണ്ടാവണം എന്നല്ല. ഇപ്പൊ അങ്ങനെയാ മുഅ്മിനിന്റെ അടയാളം എന്താ? ഓനൊരു ഈമാൻ ലുക്ക് ഉണ്ടാവണം. ഓന്റെ നീണ്ട താടി, പറ്റ വെട്ടിയ മിശ, ഇതൊന്നും തെറ്റാന്നല്ലോ. പക്ഷെ ചിലർക്ക് ഇതൊക്കെ തന്നെ ഉള്ളൂ. 250 ആൾക്കാരെ വെടിവെച്ചു കൊന്ന കസബിന്റെ മുഖത്തും താടിയുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം താടിയാണ് ഈമാന്റെ അടയാളം എന്നല്ല. പക്ഷെ ഈമാനുള്ളവരുടെ മനസ്സുകളിൽ, ഹൃദയങ്ങളിൽ, മുഖത്തുകളിൽ അതിന്റെ ഭംഗി ഉണ്ടാവും, അതിന്റെ വില ഉണ്ടാകും. ക്യാഷിലിരിക്കുന്നവന്റെ താടി മുടി കണ്ടിട്ട് പറയും, പറ്റിക്കുന്ന ആളല്ലാന്ന് തോന്നുന്നു, നല്ല നിസ്കാരവും തൊപ്പിയൊക്കെയാ, നല്ല ഇതൊക്കെ. പക്ഷേ നാട്ടുകാർ ഏറ്റവും കൂടുതൽ ടാക്സ് വെട്ടിച്ച് ഗവൺമെന്റിനെ നാട്ടുകാർ പറ്റിക്കുന്നവനായിരിക്കും. അപ്പൊ ഈമാന്റെ ലുക്ക് എന്ന് പറഞ്ഞ കോലത്തിലല്ല, അത് ഈ കാണിക്കുന്ന അഭിനയത്തിലല്ല, ഓന്റെ ആ നിർമ്മിതിയിലും പ്രകടന പരതയിലുമല്ല ഈമാൻ. അങ്ങനെ ഈമാൻ ഉണ്ടാക്കുന്ന കാലാപ്പം യുവാക്കളോടും കൂടിയാ പറയണ്. ഇന്ന് ചില യുവാക്കൾക്ക് ആത്മീയ ഭ്രാന്ത് ബാധിച്ചതാ നെഞ്ചിന്റെ ഉള്ളില്. കേരളത്തിലുള്ള ദീനൊന്നോൽക്ക് മതിയാകാതെ വന്നു. ഇന്റർനെറ്റ് സംവിധാനത്തിൽ നിന്ന് തുർക്കിയിലും സിറിയയിലും യമനിലുമുള്ള തലതെറിച്ച പണ്ഡിതന്മാരുടെ കൗലുകളും ഉദ്ധരണികളും കേട്ട് കേരളത്തിൽ നിന്ന് അവർക്ക് നാടുവിടാൻ തോന്നി. എങ്ങോട്ട്? കേരളോൽക്ക് പോരാ, ഓൽക്ക് സിറിയ വേണം, ഓൽക്ക് യമൻ വേണം, ഓൽക്ക് ദമ്മാജ് വേണം. അവർക്ക് ഇവിടെ മതിയാകുന്നില്ല. കാരണം എന്താ? കേരളത്തിലുള്ളവർക്കൊന്നും ഈമാനില്ല, ഓൽക്കൊന്നും ഈമാൻ തികഞ്ഞിട്ടില്ല. ഇവരുടെ അടയാളങ്ങൾ എന്താ? ആരോടും മുണ്ടൂല, നാട്ടിലൊരു കാര്യത്തിൽ പോലും ഉണ്ടാവില്ല, എന്തെങ്കിലും ഒരാളെ സഹായിക്കാൻ ഇല്ല, ജനക്ഷേമം ഇല്ല, ഏതെങ്കിലും ഒരു മനുഷ്യനോട് മനസ്സ് തുറന്ന് വർത്താൻ പറയോ ഇല്ല. ഓരോ പരിപാടികളൊക്കെ രാത്രി രഹസ്യമായിട്ട് ഏതെങ്കിലും ഒരു മൂലയിൽ വെച്ച് നടക്കും. എന്നിട്ട് അവര് പറയാ, ഞങ്ങൾ ദീനിന്റെ ഈമാനിന്റെ മുത്തക്കീങ്ങളാണ്. മദീന പള്ളിയിൽ ഇതേപോലെ ദിക്ർ ചെയ്യുന്നു, നിസ്കരിക്കുന്നു, നിസ്കാരം കഴിയുന്നു, ഖുർആൻ ഓതുന്നു. പള്ളിന്റെ പുറത്തേക്ക് പോകണില്ല കുറച്ച് ചെറുപ്പക്കാര്. ഇങ്ങനെ പള്ളിയായിട്ട് കഴിഞ്ഞുകൂടുക. സഹാബാക്കൾ ഉമർ ബിൻ ഖത്താബിന്റെ അരികിൽ ചെന്ന് പറഞ്ഞു, ഉമറേ, മദീനത്തെ പള്ളിയിൽ ഒരു പുതിയ കൂട്ടര് വന്നിട്ടുണ്ട്. എന്താ? കുറെ ചെറുപ്പക്കാർ ആത്മീയത തലക്ക് ബാധിച്ച് ഞങ്ങൾ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട ഈമാനുള്ളവരാണ് എന്ന ഭാവേന ഒരിങ്ങനെ പള്ളിയും ഇതുമായിട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുക. ആരോടും മിണ്ടണില്ല, ചിരിക്കണില്ല, ഓല ആരോടും മിണ്ടാൻ ഓൽക്ക് ഇഷ്ടല്ല. ഇനി ഓല നേരെ ആരെങ്കിലും നോക്കിയോൽക്ക് താല്പര്യമല്ല, ഓല കുടുംബാരും അറിയരുത്. ഇതൊക്കെയാ ഓല നിലപാട്. ഉമർ റളിയല്ലാഹു വാളൂരി മദീനത്തെ പള്ളിയിൽ വന്നിട്ടുണ്ട്. ഇറങ്ങിപ്പോയിനടാ, നിങ്ങൾക്ക് അള്ളാഹിനോടുള്ളത് പോലെ സമൂഹത്തോടും ബാധ്യത ഉണ്ട്, നിങ്ങൾക്ക് ഈ നാടിനോട് ബാധ്യത ഉണ്ട്, നിങ്ങൾക്ക് അള്ളാന്റെ ദീനിനോട് ബാധ്യത ഉണ്ട്, ഓരോ മനുഷ്യനോടും നിങ്ങൾക്ക് ബാധ്യത ഉണ്ട്, ഓരോ പച്ചക്കരളുള്ള ജീവജാലങ്ങളോട് നിങ്ങൾക്ക് ബാധ്യത ഉണ്ട്. ഇതൊന്നും നിർവഹിക്കാതെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഈമാനിന്റെ വേഷം കെട്ടുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഒരു മനുഷ്യൻ ഈമാനുള്ളവനാണെന്ന് അള്ളാഹ് ബോധ്യപ്പെടുകയാ, വഅഹ്സിൻ ഇലാ ജാരിക് ഫതകുൻ മുഅ്മിനൻ. നിങ്ങളൊരു മുഅ്മിനാണെന്ന് റബ്ബ് എഴുതി വെക്കുന്നത് നിങ്ങൾ അയൽവാസി നിങ്ങളെ പറ്റി പറയണം, ഓ മുഅ്മിനാണ്. എന്റെ പ്രസംഗം കേട്ട് നിങ്ങൾ 100 ആള് ഞാൻ ഭയങ്കര ഈമാനുള്ളവനാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. എന്റെ മയ്യത്ത് സ്കരിക്കാൻ നിങ്ങൾ 1 കോടി ആൾക്കാർ നമ്മുടെ പള്ളിയിൽ വന്നിട്ടും കാര്യമല്ല, കണ്ണം പറമ്പ് നിറയെ മനുഷ്യന്മാർ നിന്നത് യാത്രയാക്കിയാലും കാര്യമല്ല. മറിച്ച് അല്ലാഹ് പറയുന്നു, നിങ്ങളൊരു മുഅ്മിനാണെന്ന് വഅഹ്സിൻ ഇലാ ജാരിക്, നിന്റെ അയൽവാസി പറയണം. നിന്റെ അയൽവാസിയോട് ഏറ്റവും മര്യാദയോടെ പെരുമാറുന്നവരാരാണോ ഫതകുൻ മുഅ്മിനൻ, അവനാണ് മുഅ്മിൻ. ഇന്ന് അയൽപക്കം വന്നിട്ട് യാതൊരു കോലവും ഇല്ല. അവനാ വാങ്ങുന്ന 10 സെന്റിൽ ആദ്യം കെട്ടുന്നത് ചുറ്റുമതില, വേണ്ടാന്നല്ല, കെട്ടാം, അതൊക്കെ ഇപ്പൊ തെറ്റാണോന്നല്ല. അയൽപ്പക്കത്തേക്ക് പോകാനുള്ള ഒരു ചെറിയ വാതിൽ വെച്ചിട്ടേ ചുറ്റുമതിൽ പോലും പഴമക്കാര് തറവാട്ടുകാര് കെട്ടിയിട്ടുള്ളൂ. ഇന്ന് ആ ചുറ്റുമതിലിന്റെ ഉള്ളിൽ കൂടൊന്ന് ശ്വാസം വിടാൻ പോലും, ഒരു കാറ്റ് പോകാൻ പോലും സ്ഥലമില്ല. തൊട്ടയൽപ്പക്കത്തുള്ള ഒരു മനുഷ്യൻ 3 ആഴ്ച ചെക്രോ ഹോസ്പിറ്റലിൽ നെഞ്ചുവേദനയായിട്ട് കിടന്നാലും നമ്മളറിയൂല. അവസാനവും വീട്ടിക്ക് തിരിച്ചു വന്ന് അതിന്റെ പിറ്റേന്ന് കുടുംബക്കാരോ വാഹനമായിട്ട് നമ്മളെ മുറ്റത്ത് വന്ന് ഓണടിച്ചിട്ട് ചോദിച്ചു, സുഖല്ലാതെ കിടന്ന അയമക്കാന്റെ വീട്, അയമേന്റെ വീട് അതാണ്, സുഖല്ലാണ്ട് കിടക്കുകയായിരുന്നു. എനിക്കറിയാലോ കേട്ടോ, ഇതാരോ പറയുന്നത്, വേലിന്റെ അപ്പുറത്തുള്ളവർ. ആരെയും
സഹായിക്കാനും നോക്കാനും നേരല്ല. അയൽപ്പക്ക ബന്ധങ്ങളിൽ ഒന്ന് അയൽവാസിന്റെ കൈ പിടിച്ചിട്ട് എനിക്ക് സുഖാണോ, നോമ്പൊക്കെ തുറക്കാൻ കിട്ടുന്നുണ്ടോ, മക്കളിപ്പോ എന്താ പഠനം, ഇതൊന്നുമില്ല ചോദ്യം. ഇപ്പൊ അസൂയ. ഞാൻ നന്നായില്ലെങ്കിൽ ഓൻ നന്നായിരുത്, എന്നെക്കാൾ ഓൻ നന്നായ അത് മതി ഓനോട് വെറുപ്പുണ്ടാവാൻ. അത് ദീനായാലും പൈസ ആയാലും ഓന് കുറച്ച് മുതലുണ്ടായോ ഞമ്മക്ക് ഓന് അസൂയ തുടങ്ങി. ഓൻ കുറച്ച് നന്നായി പള്ളിയും നിസ്കാരമൊക്കെ ആയിട്ട് നടക്കാൻ തുടങ്ങി, നമുക്ക് അസൂയായി. ഒരു മനുഷ്യനോട് ഇന്ന് നമ്മളോടൊരാൾക്ക് വെറുപ്പുണ്ടാണ്, നമ്മൾ നന്നായാ മതി, അതാ കാലം. അതുകൊണ്ട് തന്നെയാ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, തൊട്ട അയൽപ്പക്കത്തുള്ള കൈക്കോട്ടുന്ന ഒരു സാധുവിന്റെ മോക്ക് കഴിഞ്ഞ SLCക്ക് 10 A+. ആ കുട്ടി ഇപ്പോഴും പഠിക്കുന്നത് ട്യൂട്ടോറിയലില്ല. കാരണം വാപ്പാക്ക് മുതലിറക്കാൻ കയ്യിൽ മുതലില്ല. പൈസ എണ്ണിക്കൊടുത്ത് ഡൊണേഷൻ കൊടുത്ത് സീറ്റ് വാങ്ങാൻ ആ സാധുവിന് കഴിവില്ല, ആ സാധുവിന് പദവില്ല, ആ സാധുവിന് പിടുത്തല്ല, ആ സാധുവിന് ഒരാളെ അറിയൂല. എന്നാ 10ൽ 5 A+ കിട്ടിയ തൊട്ട അയൽപ്പക്കത്തുള്ള പൈസക്കാരന്റെ മോള് പഠിക്കുന്നത് കേരളത്തിലെ പേരുകേട്ട സ്ഥാപനത്തിൽ. വാപ്പാക്ക് മുതലുണ്ട്, വാപ്പാക്ക് പദവിയുണ്ട്, വാപ്പാക്ക് സ്വാധീനമുണ്ട്. ആ നമ്മള് അവ്വൽ വക്തിന് റബ്ബിന്റെ നേരെ സുജൂദ് ചെയ്ത് നെറ്റിയിൽ ഒരു കറുത്ത തയമ്പുണ്ടാക്കിയിട്ട് പറയാ, പടച്ചോനെ ഇസ്ലാമിന്റെ ഇസ്സത്ത്. ഇതാണോ ഇസ്സത്ത്? ഇതാണോ ദീന്? ചോർന്നൊലിക്കുന്ന കൂരന്റെ തായ പൈതലിനെ മാറത്തെ കടക്കി പിടിച്ചൊരു മകൻ കരയുമ്പോ, വീണുപോയി കട്ടിൽ കിടക്കുന്ന വാപ്പാക്കൊന്ന് ബാത്റൂമിൽ പോകാൻ ഒരു കസേര വാങ്ങിക്കൊണ്ടുവന്ന് ദ്വാരം തുളച്ചതില് ആ വാപ്പാന്റെ അപ്പി ശേഖരിക്കാൻ ഒരു പ്ലേറ്റ് വെച്ച് കാത്തിരിക്കുമ്പോ, അവനാന്റെ യൂറോപ്യൻ ക്ലോസറ്റിന്റെ ഉൾഭാഗത്തെ ടൈല് ഇറ്റാലിയൻ മാർബിളാക്കാനും മുറ്റത്ത് മൊസൈക്ക് വിരിക്കാനും റിമോട്ട് കൺട്രോൾഡ് ഡോറ് വെക്കാനും 10,000 ചെലവാക്കുന്ന നമ്മക്ക് എന്ത് ദീനാ മനുഷ്യരെ അള്ളാനെ ബോധ്യപ്പെടുത്താനുള്ളത്? നിന്റെ അയൽവാസി പറയണം, ഇനി ഒരു നല്ല ഈമാനുള്ളവനാണ്, എന്നെ തൊട്ടോൻ വിശ്വാസമുള്ളവനാണോ? ജനങ്ങളിൽ ഏറ്റവും വൃത്തികെട്ടവൻ ആരാന്നറിയോ? ഏറ്റവും നാണം കെട്ടവൻ അയൽവാസിയുടെ പെണ്ണിനെ വ്യഭിചരിക്കുന്നവൻ. അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചതാണ്. അയൽവാസിന്റെ പെണ്ണുങ്ങളെ നോക്കി നിൽക്കുന്നവൻ, കണ്ണുകൊണ്ട് ആസ്വദിക്കുന്നവൻ, അയൽവാസിന്റെ പെണ്ണുങ്ങളെ വ്യഭിചരിക്കുന്നവനെക്കാളിലും നാണം കെട്ട മാറി ലോകത്ത് വേറല്ല. ഇസ്ലാമിലല്ല, ലോകത്ത് വേറല്ല. അതൊരു ബന്ധ, അതൊരു പദവിയാണ്. ഇന്ന് അയൽക്ക ബന്ധങ്ങളൊന്നുമില്ല. കുറെ ആള് പണക്കില്ല, കുറെ ആള് യാതൊരു ജവാബും ഇല്ല. ഇപ്പൊ അണുകുടുംബങ്ങളാണ്. സ്വന്തം ഫ്ലാറ്റിന്റെ അപ്പുറത്തെ റൂമിൽ കിടക്കുന്നവൻ എന്ത് സംഭവിച്ചു എന്നറിയണമെങ്കിൽ ഓനൊന്ന് ചീഞ്ഞു നാറണം. വഹ്സിന്നിലാചാരിക്ക്. ഇപ്പൊ ഞാൻ എത്ര നല്ല പ്രാസംഗികനാണെങ്കിലും എന്റെ അയൽവാസി പറയാ ഓനെ പ്രസംഗിക്കാനേ പറ്റൂന്ന് പറഞ്ഞാൽ ഒരു നേട്ടവും ഇല്ല ദുനിയാവിന്. മരിച്ചാൽ പോലും ഒരു സ്വസ്ഥത ഉണ്ടാവില്ല. എന്നാൽ അയൽവാസികൾ നമ്മളെ പറ്റി പറയാ, അയാൾ ആടുള്ള എന്റെ ഒരു സമാധാനം, എനിക്കൊരു ധൈര്യം. എന്റെ അയൽവാസി ആടെ വെളിച്ചം കണ്ടില്ല എനിക്കൊരു ബേജാറാ എന്ന് പറയുന്നവരും ഉണ്ട്. എൻ്റെ ആടെ വെളിച്ചമില്ലെങ്കിൽ എനിക്കൊരു ബേജാറാന്ന് പറയുന്നവരുണ്ട്. എനിക്ക് കിണറിൽ വെള്ളം പറ്റിയാലൊരു സമാധാനം, ഓനൊരു പൈപ്പ് ഇങ്ങോട്ട് ഇട്ടിരുന്നു പറയുന്നവരും ഉണ്ട്. എന്നാൽ വെള്ളം ചോദിച്ചു വന്നിട്ടും അതെങ്ങനെ മുടക്കാനുണ്ട് എന്ന് വെപ്രാളപ്പെട്ടോലും നമ്മുടെ സമൂഹത്തിലുണ്ട്. സൂക്ഷിക്കണം. ദീന് എന്നൊക്കെ പറഞ്ഞാലേ ഈ ചെലവില്ലാത്ത നിസ്കാരവും നോമ്പും ഒക്കെ ചെയ്യാനും നമുക്ക് ഗുണം കിട്ടുന്ന നാട്ടുകാർ വിലയിരുത്തുന്ന ഹജ്ജ് ചെയ്യാനൊക്കെ എളുപ്പമാണ്. പക്ഷെ ദീന് നെഞ്ചിൻ്റെ ഉള്ളിൽ കൊണ്ടടക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത അറിവാണ്, അതൊരു വല്ലാത്ത തിരിച്ചറിവാണ്. ആ ദീനിനാ ഇസ്ലാം പ്രാധാന്യം കൊടുത്ത്, ആ അറിവിനാ ഇസ്ലാം വില കൊടുത്ത്, ആ ജീവിതം കണ്ടിട്ട് ആ ശത്രുക്കൾ പോലും ഇസ്ലാമിനെ ബഹുമാനിച്ച്. നാലാമത്തെ സ്വഭാവം, നമ്മളൊരു നല്ല മുസ്ലിമാണെന്ന് റബ്ബ് നമ്മളെ വിലയിരുത്തും. നമ്മൾ ആരാണെങ്കിൽ ഇസ്ലാമായ വാപ്പാന്റെ ഇസ്ലാമായ ഉമ്മാന്റെ മക്കളായി ജനിച്ചതുകൊണ്ട് മുസ്ലിമായോല നമ്മളിൽ പലരും. ഇനി എങ്ങനെ മുസ്ലിമായി? ഞാനിപ്പോ വാപ്പ അബ്ദുറഹ്മാൻ, ഉമ്മ നഫീസ, പിന്നെ പണ്ടേ ഞങ്ങളൊരു മുസ്ലിം കുടുംബം, അങ്ങനെയായി. അപ്പൊ പേര് കൊണ്ട് നമ്മളൊക്കെ മുസ്ലിങ്ങളാണ്. അള്ളാഹുവിന്റെ കണ്ണിൽ നമ്മൾ മുസ്ലിങ്ങളാണ്. റബ്ബ് നമ്മളെ മുസ്ലിങ്ങളായിട്ട് പരിഗണിക്കണമെങ്കിൽ എന്തു വേണം? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുക, നീ ഒരു മുസ്ലിമാണെന്ന് റബ്ബ് ഉറപ്പിക്കണമെങ്കിൽ, റബ്ബിന്റെ എഴുത്തിൽ തീരുമാനത്തിൽ നീ ഒരു മുസ്ലിമാണ് എന്ന് അല്ലാഹ് എഴുതണമെങ്കിൽ, നീ നിന്നെ സ്നേഹിക്കുന്നത് പോലെ നിന്റെ സഹോദരനെ സ്നേഹിക്കണം. നിനക്കൊരു ഗുണം കിട്ടുന്നത് നീ എങ്ങനെ ആഗ്രഹിക്കുന്നോ അതുപോലെ അവനും കിട്ടണം എന്ന് എന്റെ മനസ്സിൽ ആഗ്രഹിക്കും. എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് നാടിനും മറ്റൊരുത്തനും എന്തെങ്കിലും ഗുണം ഉണ്ടാവും, എന്തെങ്കിലും ഒരു ഗുണം ചെയ്യാൻ ഇനി മെനക്കെടാൻ പോയിട്ടുണ്ടാവും. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ സ്വന്തം കുടുംബത്തിലെ നിത്യരോഗികളെ കുളിപ്പിക്കാൻ IMBന്റെയും ഹെൽപ്പിംഗ് ഹാൻഡ്സിന്റെയും വൾഡിയർമാര് വരണം നമ്മളെ വല്യമ്മാനെ കുളിപ്പിക്കാൻ.
ഏതെങ്കിലും നാട്ടിൽ നിന്ന് ആൾക്കാർ വരണം. ഒരു ഗുണം നമ്മളെ കൊണ്ട് നമ്മളെ നാടിനുണ്ടായതെന്താ? നമ്മളെ സമൂഹത്തിനുണ്ടായതെന്താ? നമ്മളെ കൊണ്ടൊരു ഗുണം. ഞാനത് ചെയ്തു കൊടുത്തു. മഹാനായ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചില്ലേ, എന്റെ പള്ളിയിൽ ഒരു മാസം എഴുത്തിക്കാഫിരിക്കുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് നിങ്ങളുടെ സഹോദരന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി നിങ്ങൾ ഒരു അല്പസമയമെങ്കിലും നീക്കി വെക്കുന്നതാണ്. ഒരു ഗുണവും ചെയ്യാത്തവരുണ്ട്, ഒരു മേലനങ്ങളും നടത്താത്തവര്, ഒരാൾക്കും ഒരു ഗുണവും ചെയ്യാത്തവര്. സ്വന്തം വീട്ടിന്റെ മുറ്റത്ത് വീണ് കിടക്കുന്ന ഒരു പ്ലാവല നീക്കണേ പണിക്കാരുത്തി വരണം. സ്വന്തം പിയ്യാപ്പിളക്ക് ഒരു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ പൊരയിലെ പണിക്കാരുത്തി വന്നിട്ടില്ലെങ്കിൽ പുറത്തുനിന്നാ ഫുഡ്. ആ കാലഘട്ട കൺമുൻപിൽ നമ്മളെ കൊണ്ട് നാടിനുണ്ടായ ഒരു ഗുണം എന്താ? ഞാൻ എന്റെ ഓരോ മനുഷ്യരോടും ചോദിക്കട്ടെ, നമ്മൾ ജീവിച്ച നാട്ടിൽ, നമ്മളെ ചുറ്റുപാടിൽ നമ്മളെ കൊണ്ട് നമ്മളെ നാടിനുണ്ടായ ഒരു ഗുണം, അള്ളാന്റെ ദീനിനുണ്ടായ ഒരു ഗുണം എന്താ? ഈ ദീനിന് വേണ്ടി പണിയെടുത്ത എത്ര ആളുകളുണ്ട്? അള്ളാഹുവിന്റെ മാർഗത്തിൽ ദീനി ദഅവത്ത് നടത്തുക എന്ന് പറഞ്ഞാൽ അത് പ്രാസംഗ്യന്മാരായ കുറച്ച് ആളുകളുടെയും ചില സംഘടനാ നേതാക്കളുടെയും ബാധ്യതയൊന്നുമല്ല. ആരും ഏറ്റെടുക്കാത്തത് കൊണ്ട് ഒരു സംഘടന ഉണ്ടായി, കുറച്ച് പ്രാസംഗന്മാരുണ്ടായി എന്ന് മാത്രം. ഓരോരുത്തന്റെയും ബാധ്യതയാണ്. ഞാൻ ചോദിക്കുന്നു യുവാക്കളോട്, അള്ളാന്റെ ദീനിന് വേണ്ടിയിട്ട് ചെയ്ത ത്യാഗം എന്താ? ഈ കേട്ടിരിക്കുക, കുറെ ഇങ്ങനെ കേൾക്കുക, എന്നിട്ട് നാട്ടുകാരോട് പറയും മുപ്പര പ്രസംഗം ഭയങ്കരാട്ടോ, യൂട്യൂബിൽ ഞാൻ സ്ഥിരം കേൾക്കൂട്ടോ, അല്ലെങ്കിൽ ഇയാളെ പ്രസംഗം ഭയങ്കരാട്ടോ. ഇതിങ്ങനെ കേൾക്കല് ദീനല്ല. ഒരു വെള്ളിയാഴ്ച മുൻപെന്ന് കേൾക്കുന്ന ഒരക്ഷരം വീട്ടിൽ ചെന്ന് സ്വന്തം കെട്ടിയ പെണ്ണിനോട് പറയാൻ മാത്രം നാവിന്റെ കരുത്തില്ലെങ്കിൽ നമ്മൾ എന്ത് ഗുണാ നമ്മളെ ദീനിനെ കൊണ്ടും നമ്മളെ ജീവിതം കൊണ്ടും മറ്റൊരാൾക്ക് ചെയ്ത്? നമ്മക്ക് ഉണ്ടാക്കാൻ ഓടി, നമ്മൾ ആർത്തി പിടിച്ചു വാരി, നമ്മളെ സൗകര്യത്തിന് നമ്മൾ ഒരുക്കി എന്നല്ലാതെ ഒരാളുടെ കണ്ണീരൊപ്പാൻ, ഒരാളുടെ ജനക്ഷേമത്തിന്, സേവനത്തിന് എന്ത് ത്യാഗം ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്? എന്നെ കൊണ്ടുണ്ടായ ഒരു ഗുണം എന്ന് പറയാൻ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. മദീന പള്ളിയിൽ അവസാന പ്രസംഗം നടത്തുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫ മൈതാനിയിൽ ഇങ്ങനെ നിൽക്കുക. ഇതോടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടോ, സമയേറിപ്പോയി. പ്രസംഗത്തിന്റെ അവസാനം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫൽയുബല്ലിഗു ഷാഹിദു ലിൽ ഗായിബ്. ഇവിടെ ഹാജരുള്ളവർ ഹാജരില്ലാത്തവർക്ക് ഇത് അറിയിച്ചു കൊടുക്കണം. സഹാബാക്കൾ അതും കേട്ട് വീട്ടിലേക്ക് മടങ്ങി. വീട്ടിൽ നിന്ന് സമ്മതം വാങ്ങി കിട്ടാവുന്നത്ര ഭക്ഷണങ്ങളും സാധനങ്ങളും എടുത്ത് ഒട്ടകം എങ്ങോട്ടാണോ മുഖം തിരിച്ചു നിന്നത് ആ ഒട്ടകപ്പുറത്ത് കയറി ആ വഴിക്ക് അവർ പുറപ്പെട്ടു. എന്തിന്? അള്ളാന്റെ ദീന് ദഅവത്ത് ചെയ്യാൻ. ഈ കടല് കടന്നു വന്നില്ലേ സഹാബി മാലിക്കും ദീനാറും കൂട്ടരും? രാജ്യത്തിന്റെ, ലോകത്തിന്റെ ഉഗാണ്ട മുതൽ ആഫ്രിക്കൻ രാജ്യങ്ങളും ഏഷ്യയും പശ്ചിമേഷ്യയും അടക്കം ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് പുറപ്പെട്ടു സഹാബാക്കൾ. റസൂലുള്ളാഹി അറഫ മൈതാനിയിൽ പ്രസംഗിക്കുമ്പോൾ 1,25,000 സഹാബാക്കളാ പ്രസംഗം കേൾക്കാനുണ്ട്. ഇന്ന് മക്കയിലും മദീനയിലും കൂടി 15,000 താഴെ സഹാബാക്കളെ കബറേ ഉള്ളൂ. ബാക്കി 1,10,000 സഹാബാക്കളെ കബർ എവിടെയാണെന്നറിയോ? ലോകത്തിന്റെ നാനാഭാഗത്താ. അവരെന്തിനു പോയതാണെന്നറിയോ? അള്ളാന്റെ ദീന് പ്രചരിപ്പിക്കാൻ, ദഅവത്ത് നടത്താൻ, ജനങ്ങളെ അറിയിച്ചു കൊടുക്കാൻ. നമ്മളെ കൊണ്ടൊരു നാടിന്, സമൂഹത്തിനുണ്ടായ ഗുണം എന്താ? നമ്മളിങ്ങനെ കേൾക്കും, കുറെ വെള്ളിയാഴ്ചയൊക്കെ നേരത്തെ വരികയും ചെയ്യും. ഒരു മനുഷ്യനോട് ദീന് പറയാൻ മെനക്കെടാൻ അതിനൊന്നും കിട്ടൂല, കേൾക്കാൻ കിട്ടും എന്ന കോല കുറ്റല്ല. ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ഈ കേരളം ഇന്ന് മാറിയതെന്താ? ഈ മിമ്പറിൽ മലയാളം, ഈ കേരളത്തിലെ പല മിമ്പറുകളിൽ മലയാളം എത്തിയത് എന്തുകൊണ്ടാണ്? ഒരു കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ കേരളത്തിലുള്ള വക്കം മൗലവിയെ പോലെ, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ പോലെ, അബുസബാഹ് മൗലവിയെ പോലെ, അലവി മൗലവിയെ പോലെ, അമാനി മൗലവിയെ പോലെ, എ പി അബ്ദുൽ ഖാദർ മൗലവിയെ പോലെയുള്ള പണ്ഡിതന്മാർ കേരളത്തിന്റെ മുച്ചൂടും സഹിച്ച് ത്യാഗം ചെയ്തതിന്റെ പേരിലാണ് 9 മാസം ഗർഭിണിയായ സ്ത്രീകളെ പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി നഫീസത്ത് മാല പിഞ്ഞാണത്തിലെഴുതി കുടിപ്പിച്ച് കൊന്നിട്ടുണ്ട് കേരളം. അപസ്മാരം ബാധിച്ച പൈതലുകളെ മന്ത്രിച്ചൂതി കൊടുക്കുന്ന ഏലസിന്റെ ബലത്തിൽ മാത്രം വാപ്പാന്റെ മടിക്കിടന്ന് കൊന്നിട്ടുണ്ട് കേരളത്തിലെ ജനത. കിടന്ന കിടക്കപ്പായിൽ നിന്നും പെണ്ണ് നേരം വെളുക്കുമ്പോൾ അല്പം മാറിക്കിടന്ന ഓളെ ജിന്നു കൊണ്ടുപോയതാണെന്ന ധാരണന്റെ പേരിൽ അടച്ചിട്ട റൂമിനുള്ളിൽ ഉസ്താദുമാർക്ക് അടിച്ചിറക്കി ചികിത്സ കൊടുക്കാൻ സൗകര്യം ചെയ്ത് അവസാനം ഉസ്താദിന്റെ മുഖച്ചായുള്ള മക്കളെ പ്രസവിക്കേണ്ട ഗതികേട് വന്നിട്ടുണ്ട് ഇപ്പൊ മക്കൾക്ക്. ഇതൊക്കെ എങ്ങനെ മാറിയതാണെന്നറിയോ? ഒരു റസൂല് വന്നതല്ല. കേരളത്തിൽ ഇസ്ലാമിനെ സ്നേഹിക്കുന്ന പാവപ്പെട്ട ഇവിടത്തെ ചെറുപ്പക്കാരും പണ്ഡിതന്മാരും മെനക്കെട്ടതാണ്. വരാനിരിക്കുന്ന ഒരു തലമുറക്ക് വേണ്ടി ഞാനുങ്ങളും എന്താ ചെയ്ത്? ഇപ്പോഴും റമദാനിന്റെ രാവുകളിൽ പള്ളിയിൽ തറാവീഹ് നടക്കുമ്പം നുരഞ്ഞു പൊന്തുന്ന ഫുൾജാർ ചോടകൾക്ക് കരിച്ചും പൊരിച്ചും ചീറിപ്പാഞ്ഞും പൊട്ടിത്തെറിച്ചും തിന്നാൻ ക്യൂ നിന്ന് അതിൻ്റെ ഇടയിലൂടെ ലഹരിയും മാരക വിപത്തുകളും മുസ്ലിം സമൂഹത്തിലേക്കും കുടുംബത്തിലേക്കും കൊണ്ടുവരുന്ന ആധുനിക കാലഘട്ടത്തിൽ വളരുന്ന തലമുറയുടെ മസ്തിഷ്കത്തിൽ ലിബറലിസവും അതല്ലെങ്കിൽ
മനുഷ്യന്റെ ഗേസെക്സുകളും ലിബറൽ ചിന്താഗതികളും സ്വവർഗരതിയും കുത്തിക്കയറ്റുന്ന മീഡിയകളുള്ള കാലഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്തു സമൂഹത്തിന്, നമ്മളെ നാടിന്, നമ്മളെ മക്കൾക്ക് വേണ്ടി? എന്തെങ്കിലും കേട്ടാ പറയും എന്തെങ്കിലും ആയോടട്ടെ, നമ്മൾ നമ്മളെ കാര്യം നോക്കി പോവുക, നശിക്കോ എന്തെങ്കിലും ആവട്ടെ.